ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേരിടണം. അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ മറ്റൊരുവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയെ ഭാര്യയായി സ്വീകരിക്കൂ. നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവന് നീ യേശു എന്ന് പേരിടണം. ഇളയമ്മേ, ഇളയമ്മേ, മറിയം, ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ച ഭാഗ്യവതി. മറ്റെല്ലാ സ്ത്രീകളെക്കാൾ ദൈവാനുഗ്രഹം ലഭിച്ചവളാണ് നീ. മറിയം, നീ ഒരു ദിവ്യ പൈതലിൻ്റെ മാതാവാകും. പക്ഷേ ഇളയമ്മ ഇതെങ്ങനെ അറിഞ്ഞു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷം കൊണ്ട് തുള്ളിയത് ഞാൻ തൊട്ടറിഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് ഞാനും മാനിക്കപ്പെടും. രാജാവിൻ്റെ വിളംബരം ഭയന്ന് ബേത്ലഹേമിലേക്ക് പലായനം ചെയ്യുന്ന ജോസഫും മറിയയും നമുക്ക് ദർശിക്കാം. ബേത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്രയും ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്. അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ശിശുവിൻ്റെ കാര്യം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം സംരക്ഷിച്ചുകൊള്ളും. നമുക്ക് യാത്ര പുറപ്പെടാം. ഹെരോദ രാജാവിന് വന്ദനം. നമ്മുടെ കൊട്ടാരത്തിലേക്ക് മൂവർക്കും സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം? പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്ത് നിന്നും വരുന്നവരാണ്. യഹൂദ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചു എന്നറിഞ്ഞ് അവനെ കാണുവാനും നമസ്കരിക്കുവാനും വന്നവരാണ്. പുതിയ രാജാവോ?
നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെയൊരു ജനം ഉണ്ടായിട്ടില്ല, യഹൂദദേശത്തും അങ്ങനെയൊരു ജനം ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് വെളിപാടുണ്ടായിരുന്നു. കിഴക്ക് ദിക്കിൽ കണ്ട നക്ഷത്രം ലക്ഷ്യമാക്കി ശിശുവിനെ കാണാൻ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ആ നക്ഷത്രമാണ് ഞങ്ങളെ ഈ ദേശത്തേക്ക് നയിച്ചത്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ തിരികെ പോകാൻ അനുവദിച്ചാലോ? നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുവിൻ. അവനെ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് നമ്മെയും ആ വിവരം അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. ഉത്തരവ് പോലെ പ്രഭു. ആ ശിശുവിനെ കണ്ടെത്തി എത്രയും വേഗം നശിപ്പിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.